നമസ്കാരം. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ കഴിയുന്നൊരു ശക്തിയുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാകുമെന്ന്? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും വലിയ, നമ്മളെ ഓരോരുത്തരെയും മുന്നോട്ട് നയിക്കുന്ന ആ ഒരൊറ്റ ശക്തിയെക്കുറിച്ചാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം വരും, എന്താണ് ഈ പറയുന്ന ശക്തി, ഈ അദൃശ്യമായ ഊർജം? സത്യം പറഞ്ഞാൽ ഉത്തരം നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ ലളിതമാണ്. അത് സ്നേഹത്തിന്റെ ആകർഷണ ശക്തിയാണ്. പക്ഷേ ഇതൊരു വെറും വികാരമായിട്ട് കാണരുത് കേട്ടോ. ഇതൊരു നിയമമാണ്, പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു അടിസ്ഥാന നിയമം. നിങ്ങളെയും എന്നെയും നമ്മളെല്ലാവരെയും ചലിപ്പിക്കുന്ന ഒരേയൊരു ഊർജം. ഒന്ന് ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾ ഓരോരുത്തരും ഒരു കാന്തം പോലെയാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന നല്ല കാര്യങ്ങളായാലും ചീത്ത കാര്യങ്ങളായാലും അതിനെയെല്ലാം ആകർഷിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്കിതിൻ്റെ പ്രവർത്തന രീതിയിലേക്കൊന്ന് കടന്നു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാം. ഈ ശക്തിയുടെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണ്? ഇത് ശരിക്കും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമുക്ക് നോക്കാം. അപ്പോൾ ഈ നിയമം പ്രവർത്തിക്കുന്നത് നമ്മുടെ ചിന്തകളിലൂടെയാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് രണ്ട് തരം ചിന്തകളാണുള്ളത്. ഒന്ന്, പോസിറ്റീവ് ചിന്തകൾ. ഇവ സ്നേഹത്തിൽ നിന്നാണ് വരുന്നത്, അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ. പിന്നെ നെഗറ്റീവ് ചിന്തകൾ. ഇവ സ്നേഹത്തിന്റെ അഭാവത്തിൽ നിന്നാണ്, നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ശ്രദ്ധ എവിടെയാണോ നിങ്ങളുടെ ഊർജവും അങ്ങോട്ട് തന്നെ ആയിരിക്കും ഒഴുകുന്നത്. അപ്പോൾ ഒരു ചോദ്യം വരും, എങ്ങനെയാണ് ഈ ശക്തിയെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിച്ച് തുടങ്ങാൻ പറ്റുക? ഏറ്റവും ലളിതമായൊരു വഴിയുണ്ട് കേട്ടോ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുക. നിങ്ങൾ സ്നേഹിക്കുന്ന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതൊരു അടിപൊളി തുടക്കമായിരിക്കും, ഉറപ്പ്. ഇനി നമുക്ക് അടുത്തൊരു നിർണായക ഘടകത്തിലേക്ക് വരാം. അതാണ് നമ്മുടെ വികാരങ്ങൾ. ഈ സ്നേഹത്തിന്റെ ശക്തിയെ മുന്നോട്ട് നയിക്കുന്ന ഒരു വണ്ടിയുടെ എഞ്ചിൻ, അല്ലെങ്കിൽ ഇന്ധനം എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് നമ്മുടെ വികാരങ്ങൾ. നമ്മുടെ വികാരങ്ങൾ വെറുതെ അങ്ങ് വരുന്നതല്ല കേട്ടോ. അതൊരു തരം ഫീഡ്ബാക്ക് സിസ്റ്റം പോലെയാണ്. നിങ്ങൾക്ക് നല്ല സന്തോഷവും സമാധാനവുമൊക്കെ തോന്നുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ സ്നേഹത്തിൻ്റെ അതേ ഫ്രീക്വൻസിയിലാണെന്നാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾക്ക് ദേഷ്യമോ സങ്കടമൊക്കെ തോന്നുമ്പോഴോ അതൊരു വാർണിംഗ് സിഗ്നലാണ്. നിങ്ങളുടെ ചിന്തയും ശ്രദ്ധയും മാറ്റാൻ സമയമായി എന്നൊരു ഓർമ്മപ്പെടുത്തൽ. ഇവിടെയാണ് ഏറ്റവും ശക്തമായൊരു കാര്യം വരുന്നത്. നിങ്ങൾക്കൊരു കാര്യം അനുഭവിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കത് സ്വീകരിക്കാനും കഴിയും. എന്താ ഇസ്കർത്ഥം? സിമ്പിളാണ്. ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നതിന് മുൻപ് തന്നെ അത് കിട്ടിക്കഴിഞ്ഞാലുണ്ടാകുന്ന ആ ഒരു ഫീലിംഗ്, ആ ഒരു സന്തോഷം നമുക്കുള്ളിൽ കൊണ്ടുവരാൻ കഴിയണം. അതാണ് എല്ലാത്തിൻ്റെയും താക്കോൽ. പലപ്പോഴും നമ്മുടെ വികാരങ്ങൾ ഒരു ഓട്ടോമാറ്റിക് പൈലറ്റ് മോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? എന്നാൽ ഇനി മുതൽ അത് പറ്റില്ല. നമ്മൾ ബോധപൂർവം നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കണം. കാരണം എന്താണെന്ന് വച്ചാൽ, നിങ്ങളുടെ ഓരോ ചിന്തയും വികാരവും നിങ്ങളെ ഒരു ടിപ്പിംഗ് പോയിന്റിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന നല്ലതോ ചീത്തയോ ആയ ഊർജം ഒരുമിച്ച് ചേർന്ന് പെട്ടെന്നൊരു ദിവസം യാഥാർത്ഥ്യമായി മാറുന്ന ആ ഒരു നിർണായക നിമിഷം. ഓക്കെ, അപ്പോൾ തിയറിയൊക്കെ നമ്മൾ കേട്ടു. ഇനി നമുക്കിതിൻ്റെ പ്രാക്ടിക്കൽ സൈഡിലേക്ക് കടക്കാം. എങ്ങനെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ബോധപൂർവം സൃഷ്ടിച്ചെടുക്കാം? അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. സത്യം പറഞ്ഞാൽ ഈ സൃഷ്ടിയുടെ പ്രക്രിയയ്ക്ക് വെറും 3 സ്റ്റെപ്പുകളേ ഉള്ളൂ. വളരെ സിമ്പിൾ. സ്റ്റെപ്പ് 1, സങ്കൽപ്പിക്കുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വളരെ വ്യക്തമായി മനസ്സിൽ കാണുക. സ്റ്റെപ്പ് 2, അനുഭവിക്കുക. നിങ്ങൾ സങ്കൽപ്പിക്കുന്ന ആ കാര്യത്തോട് ഭയങ്കരമായ സ്നേഹം അനുഭവിക്കുക. ഇനി 3ാമത്തെ സ്റ്റെപ്പ്, സ്വീകരിക്കുക. അത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ആ കിട്ടിക്കഴിഞ്ഞാലുള്ള ഫീലിംഗ് എന്തായിരിക്കുമോ അതിപ്പോൾ തന്നെ അനുഭവിക്കുക. നമ്മുടെ സങ്കല്പങ്ങൾക്ക് ഒരു അതിരുമില്ലെന്ന് ഓർക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് സങ്കൽപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഈ പ്രപഞ്ചത്തിൽ എവിടെയോ നിലവിലുണ്ട് എന്നാണ്. യാഥാർത്ഥ്യത്തിലേക്കുള്ള ആദ്യത്തെ വാതിൽ തുറക്കുന്നത് എപ്പോഴും നമ്മുടെ സങ്കല്പങ്ങളാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, വെറുതെ സങ്കൽപ്പിച്ചാൽ മാത്രം പോരാ. ആ സങ്കല്പങ്ങൾക്ക് ജീവൻ കൊടുക്കുന്നത് നിങ്ങളുടെ വികാരങ്ങളാണ്. ആ കാര്യം കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന സ്നേഹം, സന്തോഷം, അതെല്ലാം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയണം. കാരണം ആ വികാരം തന്നെയാണ് യഥാർത്ഥ സൃഷ്ടി. ഓക്കെ, ഈ സൃഷ്ടിയുടെ പ്രക്രിയയിൽ ഒരു മാസ്റ്ററാകാൻ നമ്മളെ സഹായിക്കുന്ന ചില താക്കോലുകളുണ്ട്. ഈ ശക്തിയുടെ വാതിൽ പൂർണ്ണമായി തുറക്കാനുള്ള ആ താക്കോലുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ? ഈ ശക്തിയെ പൂർണ്ണമായി ഉപയോഗിക്കാൻ നമ്മളെ സഹായിക്കുന്ന 3 പ്രധാനപ്പെട്ട താക്കോലുകളാണ് ഇവ. ഒന്നാമത്തേത് സ്നേഹത്തിൻ്റെ താക്കോൽ, രണ്ടാമത്തേത് നന്ദിയുടെ താക്കോൽ, പിന്നെ 3ാമത്തേത് കളിയുടെ അല്ലെങ്കിൽ ആ ഒരു ലാഘവത്വത്തിൻ്റെ താക്കോൽ. ഈ ഓരോ താക്കോലിനും ഓരോ പ്രത്യേക റോളുണ്ട്. ആദ്യത്തേത് സ്നേഹം.
ഇത് നമ്മളെ എപ്പോഴും ജാഗരൂകരായിരിക്കാൻ സഹായിക്കും, നമ്മുടെ ശ്രദ്ധ എപ്പോഴും നല്ല കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ സഹായിക്കും. രണ്ടാമത്തേത് നന്ദി. ഇതിനൊരു ഗ്രേറ്റ് മൾട്ടിപ്ലയർ എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ എത്രത്തോളം നന്ദി പറയുന്നുവോ അത്രത്തോളം നല്ല കാര്യങ്ങൾ ഇരട്ടിയായി നിങ്ങളിലേക്ക് വരും. ഇനി അവസാനത്തേത് കളി. അതായത് ജീവിതത്തെ ഒരു കളിയായി കാണുക. ഇത് നിങ്ങളെ സന്തോഷത്തിന്റെ ഏറ്റവും ഉയർന്ന ഫ്രീക്വൻസിയിലെത്തിക്കും. അവിടെ വെച്ചാണ് നിങ്ങൾക്ക് എല്ലാം വളരെ എളുപ്പത്തിൽ സ്വീകരിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ തത്വങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളായ ബന്ധങ്ങളിലും ആരോഗ്യത്തിലും എങ്ങനെയാണ് പ്രകടമാവുന്നതെന്ന് നോക്കാം. കാരണം ഇതൊന്നും വെറും തിയറിയല്ല, വളരെ പ്രാക്ടിക്കലാണ്. ബന്ധങ്ങളുടെ കാര്യത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു സുവർണ്ണ നിയമമുണ്ട്. നിങ്ങൾ മറ്റൊരാൾക്ക് എന്ത് കൊടുക്കുന്നുവോ അത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ യഥാർത്ഥ സ്നേഹം എപ്പോഴും സ്വാതന്ത്ര്യം തരും. അതൊരിക്കലും നിങ്ങളെ കെട്ടിയിടില്ല. കാരണം സ്നേഹമാണ് ഈ ലോകത്തിലെ എല്ലാത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഒരു വലിയ ശക്തി. ഇതുപോലെ തന്നെയാണ് ആരോഗ്യത്തിന്റെ കാര്യവും. ഈ ശക്തിക്ക് അവിടെയും വലിയ സ്വാധീനമുണ്ട്. രോഗശാന്തിയുടെ അത്ഭുതങ്ങൾക്കെല്ലാം പിന്നിലൊരു ചാലകശക്തി സ്നേഹമാണ്. സൗന്ദര്യം വരുന്നത് സ്നേഹത്തിൽ നിന്നാണ്. പിന്നെ ഏറ്റവും രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രായം കലണ്ടറിലെ അക്കങ്ങളിലല്ല. നിങ്ങൾക്ക് എത്ര വയസ്സായെന്ന് തോന്നുന്നുവോ അതുതന്നെയാണ് നിങ്ങളുടെ യഥാർത്ഥ പ്രായം. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ചുരുക്കി പറയാം. എപ്പോഴും ഓർക്ക്, നിങ്ങളുടെ ജീവിതം അത് നിങ്ങളുടെ കഥയാണ്. ആ കഥയുടെ രചയിതാവ് മറ്റാരുമല്ല, നിങ്ങൾ തന്നെയാണ്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ഒരു സിനിമയാണെന്ന് സങ്കൽപ്പിക്കുക. അതിന്റെ ഡയറക്ടർ ആരാണെന്നറിയാമോ? നിങ്ങൾ തന്നെ. അതിന്റെ സ്ക്രിപ്റ്റ് എഴുതുന്നതും നിങ്ങൾ തന്നെ. ഓരോ സീനും എങ്ങനെ വേണം, എന്ത് സംഭവിക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരം നിങ്ങളുടെ കയ്യിലാണ്. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചോർത്തും നിരാശപ്പെടേണ്ട. കാരണം ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തിയായ സ്നേഹം നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. അതിന്റെ സാധ്യതകൾക്ക് ഒരതിരുമില്ല. അതുകൊണ്ട് ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി തന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ ജീവിതമാകുന്ന സിനിമയിൽ ഏത് തരം കഥയാണ് നിങ്ങൾ ഇനി മുതൽ സൃഷ്ടിക്കാൻ പോകുന്നത്? ഈ ശക്തി നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ ഒരുപാട് സ്നേഹവും സന്തോഷവും നിറയ്ക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.